ഹലോ. ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ തുറക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന റീലും ഷോർട്സും ഒക്കെ ആ ഒരു വൈറലായ ഒരു റെസിപ്പിയാണ്. എന്താ, നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കയ്യിലുള്ളതെല്ലാം ഇട്ട് അതിനകത്തൊക്കെ മുളക് ചാറൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഗ്രൂപ്പായിട്ട് കഴിക്കുന്നതൊക്കെ. എനിക്കിപ്പോൾ ഗ്രൂപ്പായിട്ട് കഴിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സിംഗിളായിട്ട് കഴിക്കുന്നത്. എൻ്റെ കയ്യിൽ ഞാൻ ഒരു കുക്കുംബറാട്ടോ ഉള്ളത്. അപ്പം ഞാൻ കുക്കുംബർ മാത്രമേ എടുക്കുന്നുള്ളൂ. വേറെ പച്ചക്കറിയൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും എടുക്കാൻ കഴിയില്ല. കുക്കുംബറാകുമ്പോൾ എളുപ്പമാണല്ലോ അരിഞ്ഞെടുക്കാൻ. അതുകൊണ്ട് കുക്കുംബറും എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഉപ്പിലിട്ട ഡ്യൂപ്ലിക്കയും കൂടെ എടുക്കുന്നുണ്ട്. ഞാൻ കുക്കുംബറൊക്കെ വട്ടത്തിൽ തൊലിയൊക്കെ കളഞ്ഞ്, എനിക്ക് തൊലി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാത്തിനും തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് 2-3 ഡ്യൂപ്ലിക്കയൊക്കെ ഇട്ട് ഞാൻ അതിൻ്റെ വെള്ളം ഒന്ന് കുടിച്ച് നോക്കിയിട്ട് സൂപ്പറായിരുന്നു. പക്ഷേ മറ്റേ നമുക്ക് താടിക്കകത്തൂടി ഒരു സാധനം കയറിപ്പോയി പൊളിച്ചിട്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് നല്ല പോലെ ഞെരടി തിന്നാമെന്ന് വിചാരിച്ചു. സംഭവം എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. എന്താ പറയണ്ടത്, നമുക്ക് ചില സമയത്ത് ഇങ്ങനെയുള്ള ഐറ്റംസ് തിന്നാനായിട്ട് ഭയങ്കര പ്രാന്തായിരിക്കും. ഉപ്പിലിട്ടത് അതേപോലെ ഇങ്ങനെ ഉപ്പും മുളകും എരിവൊക്കെ ആയിട്ട് കഴിക്കാൻ ഭയങ്കര ഒരു അഡിക്ഷനായിരിക്കും ചില സമയത്ത്. പക്ഷേ ഇതിങ്ങനെ കഴിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ പുറകെ കുറച്ച് പച്ചവെള്ളം കൂടി കുടിച്ചാൽ സംഭവം സെറ്റാവും. അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമേ ഇല്ലല്ലോ. നമുക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാനായിട്ട് നേരം കിട്ടത്തില്ല. എന്തായാലും ഇങ്ങനത്തെ മുളകൊക്കെ കഴിച്ചിട്ട് വെള്ളം കുടിക്കരുതെന്ന് പണ്ടേ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കുന്നില്ല. പക്ഷേ നല്ല രീതിയിൽ എരിവുണ്ട്. പിന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റ് തിന്ന് കഴിയുമ്പോൾ നമുക്ക് പിന്നെ കുറച്ച് ദിവസത്തേക്ക്, കുറച്ചല്ല 2-3 ദിവസത്തേക്ക് സ്നാക്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല. അതായത് കറുമുറ സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല, പല്ല് പുളിച്ചിട്ട്. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. ഞാൻ ആ പ്ലേറ്റിലുണ്ടായിരുന്ന മുഴുവൻ പഠിച്ച് തിന്നു കേട്ടോ. എരിഞ്ഞ് പുകഞ്ഞ് കത്തിപ്പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.